ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേദാസ് ബ്ലോഗ്. അപ്പൊ ഇന്ന് വന്നേക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ബനാന ഫുഡ് റെസിപ്പി. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ചമ്പാവ് പുട്ടുപൊടി, നമ്മൾ ചമ്പാവ് പുട്ടുപൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ചമ്പാവ് പുട്ടുപൊടി, 1 കപ്പ് അവില്, 1 കപ്പ് തേങ്ങ, ബനാന, ശർക്കര, ഒരു ബനാനയും കൂടി എടുക്കുന്നത്. ഇത് നടുക്ക് വെക്കാനുള്ള സാധനമാണ്. പിന്നെ ഇത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ മാവ് കുഴയ്ക്കുന്നത് ചെയ്യുന്നത് ചൂടുവെള്ളത്തിലാണ്, ചെറിയ ചെറിയ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം ചമ്പാവ് പുട്ടുപൊടി കുറച്ച് ഇടുക. ആവശ്യത്തിനുള്ള പുട്ട് നമുക്ക് ആവശ്യത്തിനാണ് അത്രയും പുട്ടുപൊടി ഇടുക. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയ ചെറിയ ചൂടുവെള്ളമാണ്, ചെറിയ കയ്യനപ്പിൽ നമ്മ കയ്യിൽ ഒഴിച്ചു തന്നു. അപ്പൊ മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അവിലും ശർക്കരയും ബനാനയും കൂടിയിട്ട് തേങ്ങയും കൂടിയിട്ട് ഇളക്കാം. എല്ലാം കുഴച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പുട്ടുകുറ്റിയിലോട്ട് ഇടാം. അപ്പൊ ഫസ്റ്റ് കുറച്ച് തേങ്ങ, അച്ചിടാൻ മറക്കരുത്, തേങ്ങ. അതിന് അടുത്ത നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേണ ആ ഒരു മിക്സ് അതിടുക. ഇനി നമുക്ക് ബനാന നടുക്ക് വെക്കാം. ബനാന വെക്കുമ്പം കറക്റ്റ് ലെവല് നോക്കി വെക്കണം. ലെവല് നോക്കി ഇത് ഒരു ചതച്ചിങ്ങനെ പിടിച്ചിരുന്നാൽ മതി, ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവിടാം. സൈഡിൽ നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. അടുത്ത മിക്സ്, വീണ്ടും മിക്സ്. തേങ്ങ, മാവ്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം.
മാറ്റാം. ഞാൻ കൊണ്ട് വെക്കുകയാണ്. നമ്മളെ മിക്സ് കൊണ്ട് വെക്കുകയാണ്. ആയി വരട്ടെ, ഏതാ വേവട്ടെ. നമ്മളെ പുട്ട് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആവിയൊക്കെ വന്നു ഇറക്കാൻ പാകമായി. അപ്പൊ നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് കാണാം. അപ്പൊ ഗൈസ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം അങ്ങനെ അപ്പൊ ഗൈസ് നമ്മളെ പുട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം കട്ട് ചെയ്യാം. ചൂടുണ്ട്. അതേപോലെ സൂപ്പർ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ചെയ്ത് നോക്കണം. ചൂടുണ്ട് മോനെ. അപ്പൊ എല്ലാരും ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മളെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വീട്ടിലെല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല ഫുഡാണ്, നല്ല അടിപൊളിയാണ്. നിങ്ങളത് പരീക്ഷിച്ച് അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി നീക്കി വെക്കുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.